Lemon? Squeezing lemon? Mom making beef curry? Yeah. You like it? ഇതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഫ്രീസറിൽ എടുത്ത് വെക്കാം സിപ്പ് ലോക്കിൽ. അപ്പോൾ കുറച്ചധികം ദിവസം നമുക്കിത് ചീത്തയാകാതെ എടുക്കാമല്ലോ. ഫ്രഷായിട്ട് ഇതുപോലെ തന്നെ ഇരിക്കുന്നതല്ല, പക്ഷേ എന്നാലും അലിഞ്ഞു പോകില്ലല്ലോ. നല്ലപോലെ നമുക്ക് കുറച്ച് ദിവസം യൂസ് ചെയ്യാനും പറ്റും. എന്നാലും മറ്റേതിനെക്കാളും കുറച്ചും കൂടി നല്ല ഫ്രഷായിട്ടിരിക്കുകയല്ലേ. ഇച്ചിരി ദിവസം 5 ദിവസം കഴിയുമ്പോഴേക്ക് തന്നെ ഇതങ്ങ് വാടി പോകില്ല. കുറച്ച് ഇതുപോലെ സിപ്പ് ലോക്കിലാക്കിയിട്ട് ബിരിയാണിക്കൊക്കെ ദമ്മിടാൻ വേണ്ടിയിട്ട് നാളത്തേക്ക് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അതാകുമ്പോൾ കുറച്ച് ഫ്രഷായി നല്ല ഭംഗിയിൽ നമുക്ക് ദമ്മിടുമ്പോൾ ഒരു മഞ്ച് കിട്ടില്ല. ഇനി നമുക്ക് കുറച്ച് സമൂസ ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിൽ, അതായത് എൻ്റെ വീട്ടിലൊന്നും അങ്ങനെ നോമ്പിന് എപ്പോഴും സ്നാക്സ് ഉണ്ടാക്കില്ല. പക്ഷേ ഇക്കാൻ്റെ അവിടെ വീട്ടിലൊക്കെ നോമ്പുറത്ത് എന്തായാലും ഇച്ചിരി സ്നാക്സ് വേണം, എന്നാലേ ഒരു സന്തോഷമല്ല. അപ്പോൾ അതിന് ഇഷ്ടമുള്ളപ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ വെക്കാനും തോന്നില്ല. ഒരു ഇച്ചിരി ഓയിലാണ് കേട്ടോ ഞാൻ അധികം ഉണ്ടാക്കാൻ. അധികം സമൂസ ഉണ്ടാക്കുമ്പോൾ കുറേ ഓയിൽ ഉണ്ടാവുന്ന ഇഷ്ടമില്ല. പിന്നെ ഓയിലിപ്പം മാക്സിമം അങ്ങനെ ഫ്രൈ ചെയ്യില്ല, അധികം എയർ ഫ്രൈ ചെയ്യലാണ്. അങ്ങനെ ഉണ്ടാക്കേ. ആദ്യം സൈസായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു വലിയ സവോളയും ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും വളരെ കുറച്ച് ഓയിൽ ഉപയോഗിച്ചിട്ടുള്ള അത് മതിയായി. ഇതിൻ്റെ ആവശ്യമില്ല. ചിക്കനിൽ ഇടുമ്പോൾ ഇത് പെട്ടെന്ന് വഴങ്ങുള്ളൂ. നിങ്ങൾക്ക് സമൂസ ഫ്രൈ ചെയ്യുന്നതാണെങ്കിൽ വയറ്റുന്നതിൽ എണ്ണ പൊരിക്കാനും എണ്ണ അപ്പോൾ കുറേ ആവും. സമൂസയിൽ നിന്ന് എണ്ണ കുടിച്ചതുപോലെ ഉണ്ടാവും. ഇതിങ്ങനെ ചെയ്യുമ്പോൾ അത്ര ഉണ്ടാവില്ല. പെട്ടെന്ന് നല്ല ചൂടുള്ള ഓയിലോട്ട് ഇതിന് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറേ എണ്ണ കയറില്ല. ഞാൻ മാക്സിമം എയർ ഫ്രൈ ചെയ്യാനാണ് നോക്കുന്നത്. അധികം അങ്ങനെ തന്നെ ചെയ്യുന്നത്. ബീഫ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ബീഫിൽ ഒരു വിസിൽ വന്നതിന് ശേഷം കുറച്ച് വെക്കുകയാണ്. കാരണം ഓവറായിട്ട് പിന്നെ നമ്മൾ ഫ്ലെയിം വയ്ക്കുമ്പോൾ പെട്ടെന്ന് വിസിൽ വരും, പക്ഷേ ബീഫ് വേവില്ല. നമ്മൾ ആദ്യം ഒരു വിസിൽ വന്നതിന് ശേഷം അത് കുറച്ച് വെച്ചേക്കാം. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്കത് വെന്ത് കിട്ടുകയും ചെയ്യും. നെക്സ്റ്റ് വിസിൽ വരുമ്പോഴേക്കും ആ ഒരു പ്രഷർ കുറച്ച് നേരം അതിൽ നിൽക്കുമല്ലോ.
ഉണ്ടാവും. ഉള്ളി പെട്ടെന്ന് നല്ലപോലെ വഴന്ന് വരുന്നില്ലേ? പക്ഷെ അധികം ഓയിലൊന്നും പാത്രത്തിൽ കാണാൻ പോലും ഇല്ലല്ലോ പാനിൽ. അത്ര മതി. കുറച്ച് ഇഞ്ചും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഇടാത്തത് എന്താ വെച്ചാൽ കരിഞ്ഞു പോകും. അപ്പോൾ ആ കരിഞ്ഞൊരു ഫ്ലേവറാണ് വരാം. അപ്പോൾ നമ്മൾ ഉള്ളി ലേശം വഴന്ന് വരുമ്പോൾ ഇട്ടെടുത്താൽ മതി. നമുക്ക് ഇതിൽ പച്ചമുളകും പൊടികളും കൂടി മാത്രമേ ചേർക്കാനുള്ളൂ. ഒറ്റൊരു പച്ചമുളക് മാത്രമേ ചെറുതാക്കി അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം മോനും കൂടി കഴിക്കുന്നതാണ്. അപ്പോൾ അധികം എരിവുള്ളാകുമ്പോൾ കുട്ടിക്ക് കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ പിന്നെ ഒരൊറ്റൊന്നാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ പച്ചമുളകിൻ്റെ ചെറിയൊരു ഫ്ലേവറും കൂടെ ഉണ്ടാവും, ചെറിയൊരു എരിവും ഉണ്ടാവും. പിന്നെ കുരുമുളക് പൊടി ഇച്ചിരി ചേർത്തല്ലോ, അപ്പോൾ അതിൻ്റെ എരിവും കൂടി ഉണ്ടാകുമ്പോൾ കറക്റ്റ് ആയിരിക്കും. ഉള്ളിയൊക്കെ വഴന്ന് വന്നതിനെ അപ്പോൾ നമുക്ക് അതിലോട്ടേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കുറേ കളർ കിട്ടാനും പറഞ്ഞിട്ട് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. മഞ്ഞൾപ്പൊടിൻ്റെ ശരിക്കും എന്താണെന്ന് വെച്ചാൽ അതൊരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ളതാണ്. നമ്മൾ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുമ്പോൾ അത് ഇച്ചിരി ചേർക്കണം നല്ലതാണ്. ഓവർ ഉള്ളി വഴന്നതിന് കളർ കിട്ടാൻ അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ചേർത്ത് കൊടുക്കില്ല. നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ തന്നെ ഉള്ളിൻ്റെ കളർ, ഉള്ളി നല്ലപോലെ വഴന്നാൽ കറിക്കും അല്ലെങ്കിൽ ആ മസാലക്കൊക്കെ നല്ലൊരു കളർ ഉണ്ടാവും. അതിന് വേണ്ടി മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് കളർ കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. നമുക്ക് ബാക്കി പൊടികളും കൂടെ ചേർത്ത് കൊടുക്കേ. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതൊന്ന് റെഡിയാക്കി വെക്കുന്ന ഗരം മസാല ആണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ പൊടിച്ച് കുറേ വെക്കലില്ല. ഒന്നെങ്കിൽ അന്ന് അപ്പം പൊടിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ചതച്ചിട്ട് ഇടുകയുള്ളൂ. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതാണ് കറക്റ്റ് ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടുക. നമ്മളിങ്ങനെ കുറേ കാലത്തേക്ക് പൊടിച്ച് വെക്കുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടമായില്ല. അങ്ങനെ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ, നല്ലതൊക്കെ തന്നെയാണ്. പക്ഷെ എനിക്ക് എപ്പോഴും ഇഷ്ടം ഇങ്ങനെ ഒരു ഫ്രഷ് മണം ഉണ്ടാവില്ലേ, നല്ലൊരു മണം ഉണ്ടാവും. ആ മണമാണ് എനിക്കിഷ്ടം. ബിരിയാണി വെക്കുമ്പോഴൊക്കെ അതിൻ്റെ ഒരു മണം, ആ ഒരു അരുമാണ് ആ ഫുഡിന് കറക്റ്റ് കിട്ടുക. അപ്പോൾ ഗരം മസാല കുറച്ച് കൂടുതൽ ഇടണ്ട, അപ്പോൾ കുത്തുന്ന ടേസ്റ്റ് ആയിട്ട് കറക്റ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഫില്ലിങ്ങുള്ള മസാല റെഡി ആയിരിക്കണം കേട്ടോ. അപ്പോൾ അത് കണ്ടാൽ അറിയാം നിങ്ങൾക്ക് തീരെ ഓയിലില്ല. കണ്ടോ, ഞാൻ അടുത്തത് കണ്ടത് കണ്ടോ, തീരെ ഇതിൽ ഓയിലില്ല. പിന്നെ നമുക്കിനി ഇതിലോട്ടേക്ക് ചിക്കനാണെങ്കിൽ ചിക്കൻ, ബീഫോ അല്ലെങ്കിൽ ഫിഷോ എന്താ വെച്ചാൽ വേവിച്ചത് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇപ്പോൾ കറിയിലേക്ക് എടുക്കില്ലേ, അതിൽ നിന്ന് ഇച്ചിരി ബീഫ് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കണുള്ളൂ കേട്ടോ. കാരണം പെട്ടെന്ന് ഉണ്ടാക്കുകയാണ് സ്നാക്സ്. അല്ലെങ്കിൽ വേവിച്ച് വെച്ച് നമുക്ക് ഇതിനായിട്ടുള്ളത് എടുക്കുക, കറിയിലുള്ളത് എടുക്കണേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല. കുറച്ച് മല്ലിച്ചപ്പ് ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണ്ടേ. മല്ലിച്ചപ്പ് എപ്പോഴും ലാസ്റ്റ് ചേർക്കണതാണ് നല്ലത്. ആദ്യം കുക്ക് ചെയ്യുമ്പോഴേ ഇത് വഴറ്റുന്നത് ഇച്ചിരി ഒരു കയ്പുള്ള പോലെ ഉണ്ടാവും. പിന്നെ അതിൻ്റെ ഫ്ലേവറിനെക്കാട്ട് രസം ഉണ്ടാവുക ഈ ലാസ്റ്റ് ചേർക്കുമ്പോഴാണ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓരോ വീട്ടിലും സമൂസ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ടേസ്റ്റിനൊക്കെ ഒരു വ്യത്യാസമില്ലേ. ഇത് ഇടുന്ന സമയവും ഇടുന്ന അളവിലൊക്കെ ലേശം വരുന്ന വ്യത്യാസങ്ങളല്ല. എല്ലായിടത്തും എല്ലാ പൊടികളും സാധനങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടല്ലോ. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ടേസ്റ്റ് വരാൻ കാരണം അതിനുള്ള കറക്റ്റായിട്ട് നമ്മൾ ചേർക്കുന്ന സമയത്താണ് കേട്ടോ. ഇത് കറക്റ്റായിട്ടുള്ള ഇത് റെഡി ആയിട്ടുണ്ട്. ഇച്ചിരി സമൂസ ഉണ്ടാക്കുന്നുള്ളൂ ഞാൻ ഓരോരോ പൂതിക്ക് വേണ്ടിയിട്ട്. ബീഫും കൂടെ ഉണ്ടാകുമ്പോൾ കറക്റ്റായിട്ടിരിക്കും. കുറേ ഉള്ളിയൊന്നും ഞാൻ ചേർക്കില്ല. എന്താണ് മീറ്റുള്ളത് അതാണ് കുറച്ച് എക്സ്ട്രായിട്ട് ചേർക്കുന്നത്.
നല്ല തിക്ക് ഗ്രേവി റെഡി ആക്കണമെങ്കിൽ നമുക്കിത് തൂമിക്കാം കേട്ടോ. ചുവന്നുള്ളി കറിവേപ്പില വെച്ചിട്ട് ഒന്ന് വെളിച്ചെണ്ണയിൽ തൂമിക്കുക വെച്ച് താളിക്കാം കേട്ടോ. ചുവന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഈ ചുവന്നുള്ളി ഇല്ല വെച്ചാൽ ഇങ്ങനെ വെല്ലുള്ളി ചെറുതാക്കി അരിയണം. പക്ഷെ ചുവന്നുള്ളി ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അല്ലെങ്കിൽ പിന്നെ ബീഫ് കറി വെക്കുമ്പോൾ തന്നെ നമ്മൾ ചുവന്നുള്ളി ചേർക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷെ കറക്റ്റായിട്ട് നമ്മൾ വെല്ലുള്ളി ചേർക്കുകയാണെങ്കിൽ കുറേ മധുരിപ്പൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ കുറേ വെല്ലുള്ളി ചേർത്താൽ ഭയങ്കര മധുരം ഉണ്ടാവും കറിക്ക്. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. എനിക്ക് ഏതൊരു ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്തും മിക്സ് ചെയ്യുക വീട്ടിലുള്ളവരാണ്. പക്ഷേ എൻ്റെ വീട്ടിലുള്ളവർ പപ്പനെയും അമ്മനെയും തെല്ലുവിനെയൊക്കെയാണ് മിക്സ് ചെയ്യുക. കാരണം നമ്മൾ നോമ്പിൻ്റെ സമയത്ത് അല്ലാത്തപ്പോഴൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ഫുഡും പിന്നെ ഉമ്മ ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെ കാത്തിരിക്കുമല്ലോ അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെയൊക്കെ ഒരു രസം ഭയങ്കരം തന്നെയാണ്. അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടെ കൂടുമ്പോൾ ആൻറ്റിയും മൂന്നും അങ്ങനെ പിന്നെ കോവിലുള്ള ഉമ്മൻ്റെ അവിടെയുള്ള എല്ലാവരും കൂടുമ്പോൾ അല്ലെങ്കിൽ പെരുന്നാളാകുമ്പോൾ നമ്മൾ ഉപ്പൻ്റെ വീട്ടിൽ പെരുന്നാൾ നിസ്കരിക്കാൻ അവിടെ എല്ലാവരും കൂടെ കൂടും പള്ളിയിൽ. നമ്മൾ വീട്ടിലേക്കും അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാകും. അതൊക്കെ ഒരു നല്ല കാലം കേട്ടോ. ശരിക്കും ഇപ്പം പെരുന്നാളൊക്കെ വരുമ്പോൾ കൂടുതൽ മിസ് ചെയ്യുന്നത് അന്നത്തെ കാലത്തുള്ള ഓരോ ഓർമ്മകളാണ്. ചുവന്നുള്ളി ഇതേ നല്ലപോലെ റെഡി ആക്കണേ. ഇനി നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കേ. അത് ഇതിലൂടെ താളിച്ചിട്ട് വയ്ക്കുക കേട്ടോ. ഇത് അടിച്ച് വെച്ച് കുറച്ചേരം കഴിഞ്ഞിട്ട് വന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി കറിയായിട്ട് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. ഒന്നുകൂടി ഒന്ന് കുറുകിട്ടെ. അപ്പം തന്നെ കറക്റ്റാണ്. ഇച്ചിരി കൂടി ഒന്ന് കുറുകിയിട്ട് നല്ല കറക്റ്റ് സെറ്റാവും. ഇച്ചിരി മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കത് അടിച്ച് വെക്കാം. നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങുന്ന മല്ലിയിലയും വീട്ടിലുണ്ടാകുന്നതാണെങ്കിലൊക്കെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ചിലപ്പം മുടികളൊക്കെ മുറ്റത്തു നിന്നൊക്കെ പാറി വന്ന് കിടക്കുന്നൊക്കെ ഉണ്ടാവും. നമ്മൾ വീട്ടിലുള്ളതാണെങ്കിലും വാങ്ങുന്നതിൽ ഇപ്പോൾ കഴുകുമ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ഈ മുടിയൊക്കെ വന്നിട്ട് പിന്നെ മുടിൻ്റെ ഫ്ലേവറൊന്നും വരാനില്ലല്ലോ അല്ലേ. ഇനി അഥവാ വന്നാലും സാരില്ല, എന്നാലും ശ്രദ്ധിക്കട്ടോ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ. നമ്മൾ കറി റെഡി ആയിക്കിന്. ഇനി ഇൻഷാ അല്ലാ കുറച്ച് നേരം കഴിയുമ്പോഴേക്ക് കറക്റ്റ് ആവേ.
സമൂസ റെഡി. സമൂസ റെഡി. ഓക്കേ. ബിരിയാണി വെക്കൽ എളുപ്പം കഴിയും. നമ്മൾ ഈ ഉള്ളിയൊക്കെ പെട്ടെന്ന് മുറിച്ചിടാനില്ല. അതുകൊണ്ട് തന്നെ പ്രൊസസ്സറിൽ പെട്ടെന്ന് ചെയ്യാൻ വിചാരിച്ച് സ്ലൈസ് ആയിട്ട് കിട്ടും ചെയ്യുമല്ലോ. അരിയട്ടെ. ഇതിലരിയുമ്പോൾ കണ്ണിങ്ങനെ കുറച്ചൊരു കുറവുണ്ടാവും. എടുക്കുമ്പോൾ ഉള്ള ഒരു പുകച്ചിൽ മാത്രമേ ഉണ്ടാവും. അപ്പം 2 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ടേക്ക് ഞാൻ 10 ഉള്ളി എടുത്തിരിക്കുന്നത്. വലിയ ഉള്ളി 2 മിനിറ്റ് കൊണ്ട് അരിഞ്ഞ് കിട്ടി. അതുകൊണ്ട് സംഭവം എളുപ്പമായി കിട്ടിയിരുന്നു. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി പൊരിച്ചെടുക്കാം കേട്ടോ. ബിരിയാണിക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. വെല്ലുള്ളി ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് മസാലയിൽ പിന്നെ വേറെ പൊടികളൊന്നും അധികം ചേർക്കണ്ട. ഗരം മസാല മാത്രം ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല ഫ്ലേവർ കിട്ടും. വേറെ ഒരു പൊടി ഇടേണ്ട കാര്യമില്ല. നല്ല കറക്റ്റ് മലബാർ കോഴിക്കോട് സ്റ്റൈലിലെ ബിരിയാണി ആയിട്ട് കിട്ടുക. കുറേ പൊടികളൊന്നും ചേർക്കാണ്ട് നല്ല കളറും നല്ല മണമൊക്കെ ഉള്ള അടിപൊളി ബിരിയാണി കിട്ടും. നല്ല ഗോൾഡാവുന്നതിന് മുന്നേ നമ്മളിങ്ങനെ കോരി എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ കോരി കഴിഞ്ഞാൽ ഒന്നുകൂടി ഒന്ന് ഡാർക്കായിട്ട് വരും. വെല്ലുള്ളി ഫ്രൈ ആവുന്ന നേരം കൊണ്ട് നമുക്ക് ബിരിയാണിക്കുള്ള മസാലപ്പൊടി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഗ്രാമ്പൂ, പട്ട, സ്റ്റാർ, ജാതിക്ക, ജാതിപത്രി, പിന്നെ കുരുമുളക്, പിന്നെ ചെറിയ ജീരകവും വലിയ ജീരകവും, പിന്നെ മട്ടൺ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഉലുവയും കൂടി ചേർക്കുന്നത് കേട്ടോ. അതൊന്ന് നമുക്ക് വറുത്തിട്ട് പൊടിച്ചെടുക്കേ. മട്ടൺ വേവിക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് തൈരും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും ചതച്ചതും ഗരം മസാലയും ചേർത്തിട്ട് ഒരു ഇച്ചിരി നേരം മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. പുതിനയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിച്ചപ്പ് ചേർക്കുന്നുണ്ട്. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. തൈരും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗരം മസാല പൊടിയിൽ ബിരിയാണിയുടെ മസാലപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് വെല്ലുള്ളിയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കേ. പൊതുവെ ഞാൻ ഗ്ലൗസ് ഒന്നും യൂസ് ചെയ്യലില്ല. ഇത് കുക്കിങ്ങിൻ്റെ ഇടയിൽ കുറേ വട്ടം മുഴുവൻ വരും. അപ്പം നല്ല എരിവുണ്ടാവുമല്ലോ ഈ പച്ചമുളകൊക്കെ ചതച്ചതിൻ്റെ. അതുകൊണ്ടാണ് കേട്ടോ. നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഇച്ചിരി നേരം വെച്ചിട്ട് നമുക്കിതൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കേ. മട്ടൺ ആയതുകൊണ്ടാണ് പ്രഷർ കുക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് സാധാ പാനിൽ തന്നെ അങ്ങോട്ട് വെച്ചാൽ മതി. നമ്മൾ തൈരും കൂടെയൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് ചേർത്ത് വെക്കുമ്പോൾ കുറച്ച് നേരം വെക്കുമ്പോൾ മട്ടൺ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. മസാലയൊക്കെ നല്ലപോലെ പിടിക്കും. നമുക്കിത് വെന്തതിൻ്റെ ശേഷമാണ് കേട്ടോ അതിലോട്ടേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വെല്ലുള്ളി ചേർത്ത് കൊടുക്കുക.
എനിക്കിത് പറഞ്ഞാൽ വിശ്വാസം വരില്ല. നമ്മൾ ഗരം മസാല പൊടി മാത്രമേ ചേർക്കണുള്ളൂ എന്നുള്ളത്, വേറെ ഒരു പൊടിയും ചേർക്കുന്നില്ലല്ലോ. ഗരം മസാല നമ്മൾ ലേശം കുരുമുളകും ചേർത്തിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു എരിവും കൂടി ഉണ്ടാവും, വേറെ ഒന്നുമില്ല കേട്ടോ. 4 ഗ്ലാസ് അരിയാണ് കേട്ടോ ഞാൻ നെയ്ച്ചോറ് വെക്കാനായിട്ട് എടുക്കുന്നത്. കുറച്ച് നാരങ്ങ നീരും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ ചേർക്കാൻ വേണ്ടിയിട്ട് വിട്ടോ ഇല്ലേനോ, അപ്പോൾ കുക്ക് ചെയ്യുന്നതിന് മുന്നേ നാരങ്ങ നീരും കൂടെ ചേർക്കാം. നാരങ്ങ നീരിൻ്റെ ഒരു പുളി ലേശം കൂടുതലുള്ള പോലെ തോന്നും, പക്ഷെ അത് കുക്ക് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് ആയിരിക്കും കേട്ടോ. പുളിയൊക്കെ കുറച്ചൊന്ന് കുക്ക് ചെയ്യുന്നതിന് മുന്നേ ലേശം മുന്തിയിരിക്കണതാണ് നല്ലത്. ആ ഒരു പുളി ഇനി കുക്ക് ചെയ്യുമ്പോഴേക്ക് അത് കറക്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് നെയ്ച്ചോറ് റെഡിയാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. ഞാൻ പക്ഷെ നെയ്യ് മാത്രമേ ചേർക്കുന്നുള്ളേ, കാരണം മസാലയിൽ എന്തായാലും കുറച്ച് ഓയിലും ഉണ്ടാവും. നമ്മൾ ആ ഉള്ളി പൊരിച്ചിട്ടുള്ളതിൻ്റെ കൂടുതൽ ഓയിൽ ഉണ്ടാവുന്നതിൻ്റെ അത്ര ഒരു ടേസ്റ്റ് എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് കേട്ടോ വെച്ചിട്ട് നെയ്യ് മാത്രം ചേർക്കുന്നത് നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ. ഇതിലേക്ക് നമുക്ക് കറാമ്പട്ടയും കറാമ്പൂവും അതുപോലെ വേലിക്കും ഒക്കെ ചേർത്ത് കൊടുക്കുക. ഇച്ചിരി അണ്ടിപ്പരിപ്പ് മുന്തിരി അതും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് എത്ര ഗ്ലാസ് ആണോ അരി എടുത്ത് അതിന്റെ ഡബിൾ വെള്ളം എടുക്കണം കേട്ടോ. ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ചതച്ച പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെതും അതും 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ഫ്രൈ വെച്ചിട്ടുള്ളതിന് കുറച്ച് സോളയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കേ. അതൊന്ന് അടിച്ചു വെച്ച് തിളച്ച് വരുമ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കേ. ഇതിലോട്ടേക്കും കുറച്ച് ചെറുനാരങ്ങ നീരൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ലേശം ഒരു പുളി ഉണ്ടാവും ആദ്യം, പക്ഷെ ചോറായി വരുമ്പോഴേക്ക് കറക്റ്റ് ആയിരിക്കും. ഇനി ആ സമയം കൊണ്ട് നമുക്ക് മസാലയും കൂടി റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിന് ഞാൻ ആ കുക്കർ വെച്ചിട്ടുണ്ട്. അതിലോട്ടേക്ക് ഇച്ചിരി നെയ്യും അതുപോലെ തന്നെ സവോള ഫ്രൈ ചെയ്തിട്ടുള്ള ഇച്ചിരി ഓയിലും കൂടി ചേർത്തിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച മട്ടനിലോട്ടേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കട്ടെ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആവി വന്നതിന് ശേഷം മാത്രമേ വിസിലിടുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് കേട്ടോ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. ഇട്ട് കൊടുക്കാം കേട്ടോ. അരിയും വെള്ളവും ഒരേ ലെവലാവുന്ന വരെ നല്ല ഫ്ലെയിം വെച്ചിട്ട് ഇനി നമുക്ക് സിമ്മിലാക്കി വെച്ചേക്കെ ഇത് അടച്ചു വെക്കാം. അപ്പം നല്ലപോലെ കറക്റ്റായിട്ട് വെന്ത് കിട്ടും കേട്ടോ.